എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC 2021 മുതൽ 2025 വരെ ജോഗ്രഫി ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യം അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും അതുപോലെ കേരള ജോഗ്രഫിയും നോക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളും വരുന്നുണ്ട് അതിനകത്ത്. അതുപോലെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരം, നദി, കായൽ, മത്സ്യബന്ധനം, അതുപോലെ ദേശീയോദ്യാനം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഏതൊക്കെയാണ്? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പിൻ്റെ മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? കൊല്ലമാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ല ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളമാണ്. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് ശുദ്ധജല തടാകം. ഈ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. അടുത്തത്, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറമാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്കാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. അടുത്തത്, റൂർക്കേല ഉരുക്ക് നിർമ്മാണ ശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടാണ്? ജർമ്മനിയാണ്. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? നീലഗിരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. പഠിച്ചു വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ ഏതാണ്? രേഖാംശ രേഖകളാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡിലാണത്. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ്. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കുമരകം. വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തിരിക്കുന്നത്? ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴയാണ്. ഇത് SCRTയിലെ ഫാക്റ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗംഗ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളാണ്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
ചുണ്ണാമ്പ് കല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോറ ഗുഹ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാൽ ബൈസാഖി റിപ്പീറ്റഡ് PYQ പഠിച്ചു വെക്കുക. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ് തെറ്റ് വരുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറമാണ്. അതുപോലെ ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരി ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരി. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ്? പഠിച്ചു വെക്കുക, 2007 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അടുത്തത് ഈ മുകളിൽ പറഞ്ഞതിൽ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ് 4 മാത്രമാണ്, ബാക്കി 3ഉം ശരിയാണ്. കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായത് എന്നാണ്? 1956. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായത് 1956. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളാണ് പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, പിന്നെ കോട്ടയം ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇവിടെ ശരി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. അത് മാത്രമാണ് ശരി. അടുത്തത് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തെറ്റ് വരുന്നത് 1ഉം 2ഉമാണ് തെറ്റ്. 1ഉം 2ഉം തെറ്റാണ്. ശരി ഏതാണ്? ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എന്നാണ്? 1997-98 കാലഘട്ടത്താണ് കമ്മീഷൻ ചെയ്തത്. അത് മാത്രമാണ് ശരി, ബാക്കി 2ഉം തെറ്റാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള സൂചകങ്ങളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലൂവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് വീശുന്നത്. ഇത് ലൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. ഉത്തരായന രേഖ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിലാണ് പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ്. ഏതൊക്കെയാണ്? പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഡൽഹിയാണ്. ഡൽഹി. ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ്? നാഷണൽ വാട്ടർവേ 2 ആണ്. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ ഇത് വന്ന ചാപ്റ്ററും അതുപോലെ ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. കാണാത്തവർ ആ വീഡിയോ കാണുക. അടുത്തത് ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ്. ഏതൊക്കെയാണ് പശ്ചിമതീര തുറമുഖം? നെവശേവെ അതുപോലെ കാൺലേമാണ് പശ്ചിമതീര തുറമുഖങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാടാണ്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഗ്രീഷ്മമാണ്.
മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഗ്രീഷ്മ കാലമാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര ആയിട്ട് തിരിക്കാം? 3 ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്തത് ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂരാണ്. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്ന എവിടെയാണ്? മറയൂരാണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ബാമർ. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ് വിളവൈവിധ്യം കൂടുതലുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? പീച്ചിയാണ്. പീച്ചി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ആലട്ടി ചുരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ആലട്ടി ചുരം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? വാർട്ടൺ ഗർത്തമാണ്. വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ്? പാമ്പാറാണ്. നമ്മൾ പറഞ്ഞായിരുന്നു കിഴക്കോട്ടൊഴുകുന്ന 3 നദിയാണ് കബനി, ഭവാനി, പാമ്പാർ. അതിൽ ഏറ്റവും വലുത് കബനിയും ചെറുത് പാമ്പാറുമാണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുപോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് മേഘമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം സിറസ് മേഘമാണ്. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടലാണ്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് കറുത്ത മണ്ണ്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളം. അടുത്തത് ഇന്ത്യയുടെ അയൽ രാജ്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അത് തെറ്റാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായി. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാർ അല്ലെങ്കിൽ പാക് കടലിടുക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് PYQ ആണ്. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖയാണ്. അതും PYQ ആണ്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് ആണ്. അതുപോലെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? സംഭാർ തടാകമാണ്. സാമ്പാർ തടാകമാണ്. അടുത്തത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദയിലാണ്. റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കുക. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? റൂർക്കേലയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, റൂർക്കേലയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് SCRTയിലെ ഫാക്റ്റ് ആണ്. നമുക്ക് നോക്കാം ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണെന്ന്. ഇത് പഴയ SCRT 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡിൽ വരുന്ന 2 ചാപ്റ്റർ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങളിത് പഠിക്കാതെ എക്സാമിന് പോവല്ല. പഴയ SCRTയിൽ ജോഗ്രഫിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചാപ്റ്ററാണ്. ഒന്നാമത്തേത് വൈവിധ്യങ്ങളിലെ ഇന്ത്യ, അതുപോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. നമുക്കിനി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ നോക്കാം. ഇവിടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇരുമ്പുരുക്ക് കമ്പനിയും ചോദിക്കുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാതെ പോവല്ല.
നമുക്ക് ആദ്യം ഇരുമ്പുരുക്ക് ശാലകൾ നോക്കാം. ആദ്യത്തേത് ഭിലായിയാണ്. ഭിലായി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടാണ്? റഷ്യയുടെയാണ്. റഷ്യയുടെ സഹായത്തോടാണ് ഭിലായി. അതെവിടാണ്? ഛത്തീസ്ഗഡിലാണ്. അതും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് സ്ഥാപിച്ചത്? വർഷവും പഠിച്ചു വെക്കണം. 1959 ഏത്? ഭിലായി. അതുപോലെ റൂർക്കേല ഒഡീഷയിലാണ്. അത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. വർഷം 1959 തന്നെയാണ്. ഭിലായും റൂർക്കേലയും സെയിം വർഷമാണ്. അപ്പം ഭിലായ് റഷ്യയുടെ സഹായത്തോടെ, അതുപോലെ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. അടുത്തത് ദുർഗാപൂറാണ്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളാണ്. അത് UK സഹായത്തോടാണ്. 1962 അത് പ്രവർത്തനം ആരംഭിച്ചത്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അത് റഷ്യയുടെ സഹായത്തോടെയാണ്. 1964 അത് ആരംഭിച്ചത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഭിലായും ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടാണ്. ഭിലായും ബൊക്കാറോം റഷ്യയുടെ സഹായത്തോടെയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായം, അതുപോലെ ദുർഗാപൂർ UK സഹായമാണ്. അടുത്ത നിങ്ങളിവിടെ പഠിക്കേണ്ടത് ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് ശാലയാണ്. ഇതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ കണ്ടായിരുന്നു. അടുത്തത് പൊതുമേഖലയിലെ ആദ്യത്തേത് ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. അത് കർണാടകമാണ്. അതും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. ഈ ബോക്സിലെ എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കോർബ കൽക്കരിപ്പാടം. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കോർബ കൽക്കരിപ്പാടം എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. ഒരു പാമ്പില്ലേ, കോബ്ര, അപ്പം അത് ചത്തുപോയെന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ദേശീയ ജലപാത 2. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, SCERTയിലെ ചാപ്റ്റർ പറഞ്ഞാണ്. പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണുക. അതിനുശേഷം ഈ വീഡിയോയും കാണുക. ഇവിടെ നാഷണൽ വാട്ടർവേ 2 ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ദുബ്രി. ഇത് പഠിക്കാതെ പോലെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. അടുത്തത് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ എവിടാണ്? ഉത്തർപ്രദേശാണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ജസ്റ്റ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇവിടെ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഇടയ്ക്കിടയ്ക്ക് കയറി ചോദിക്കുന്നതാണ്. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. റാവത്ത്വട്ട രാജസ്ഥാനിലാണ്. കൽപ്പാക്കും കൂഴംകുളം എവിടെയാണ്? തമിഴ്നാടാണ്. കൈഗ എവിടെയാണ്? കർണാടകമാണ്. കാക്രപ്പാറ ഗുജറാത്തിലാണ്. നറോറ ഉത്തർപ്രദേശ്. ഇതാണ് നമ്മളിപ്പം കണ്ടത്. ഇത് എല്ലാം തന്നെ PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. റാവത്ത്വട്ട രാജസ്ഥാനിലാണ്. കൽപ്പാക്കവും കൂടക്കുളവും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൈഗ കർണാടകമാണ്. കാക്രപ്പാറ ഗുജറാത്താണ്. അതുപോലെ നറോറ ഉത്തർപ്രദേശിലാണ്. അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 75 മീറ്ററിൽ കൂടുതലുള്ളതാണ് മലനാട്. അതുപോലെ 7.5 മീറ്ററിന് താഴെയുള്ളതാണ് തീരപ്രദേശത്തിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാടാണ്. അടുത്തത് കേരളത്തിലെ ദേശീയപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തുലാവർഷം. ഇമ്പോർട്ടൻ്റ് ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും വലുത് ഏതാണ്? ഇടുക്കി.
ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. അടുത്തത് ഇന്ത്യ പാകിസ്ഥാന് അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നു റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഖാദർ എന്നാണ്. പുതിയ എക്കൽ നിക്ഷേപമാണ് ഖാദർ എന്ന് അറിയപ്പെടുന്നത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്, ഗംഗ. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ എത്രണ്ണമുണ്ട്? 11 എണ്ണമുണ്ട്. 11 എണ്ണമുണ്ട്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളുണ്ട്? 11. പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്? 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടിയാണ്, മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ്? 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാതീരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ ആയിരുന്നു ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ലൂ ആണ്, ലൂ. അടുത്തത് ഇന്ത്യയുടെ അതിർത്തി ശരിയായിട്ട് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കിഴക്ക് എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. തെക്ക് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് ഹിമാലയ പർവ്വതമാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ചാറിയ, ജാർഖണ്ഡിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഖാരിഫ് വിള അല്ലാത്തത് ഏതൊക്കെയാണ്? ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഖാരിഫ് വിള ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, ചോളം, കരിമ്പ്, നിലക്കടല. നമ്മളിത് വന്നിരിക്കുന്ന SCERT ചാപ്റ്റർ ഡിസ്കസ് ചെയ്തായിരുന്നു. എല്ലാ വിളകളെയും പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. കാണാത്തവർ ആദ്യത്തെ പാർട്ട് കണ്ടാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. അടുത്തത് കരിമ്പ് കൃഷിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. അതാണ് തെറ്റ്. നമുക്ക് ശരി ഏതൊക്കെയാണെന്ന് നോക്കാം. ഉഷ്ണമേഖല വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറിയിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. ഇത് 3 ശരി. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. ചെറുതേതാണ്? ആലപ്പുഴ. അടുത്തത് പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. കുന്തിപ്പുഴ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്?
കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് ശരി? ഡെൽറ്റകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലമാണ്. അപ്പം നമുക്ക് ഇത് വന്നിരിക്കുന്ന SCERT ചാപ്റ്റർ നോക്കാം. എല്ലാം വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ ഉണ്ട് സോഷ്യൽ സയൻസിൽ, അതിൽ നിന്ന് തന്നെയാണ്. ഇത് വന്നിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇവിടെ കിഴക്കൻ തീരസമതലത്തെക്കുറിച്ചും അതുപോലെ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. പടിഞ്ഞാറൻ തീരസമതലം വരുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. ഇതിന് താരതമ്യേന വീതി കുറവാണ്. അതുപോലെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. ഇതൊക്കെ നമ്മൾ പുതിയ SCERTയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോത്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. പുതിയ SCERT കംപ്ലീറ്റ് ആക്കിയിട്ട് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ജോഗ്രഫിയൊക്കെ കാണാത്തവർ അതും കാണണം. അതുപോലെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ വരുന്നതാണ് കായലുകളും അഴിമുഖങ്ങളും. അടുത്തത് ഇപ്പോൾ എക്സാമിന് ചോദിച്ച് കിഴക്കൻ തീരസമതലമാണ്. അതിൽ ഇതാണ് ഒരു പോയിന്റ് ഉണ്ടായിരുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ, അതുപോലെ താരതമ്യേന വീതി കൂടുതലാണ്. ഇത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ അതിനെ തിരിക്കാം. അതുപോലെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്താണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. കോർട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? മുംബൈ ആണ്. ഇതെല്ലാം SCERTയിലെ ഫാക്റ്റ് തന്നെയാണ്. നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സ് പഠിക്കാതെ പോവല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പം കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്, സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അതെല്ലാം ആണവോർജ്ജ നിലയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയാണെന്ന് PSC ചോദിക്കാറുണ്ട്. അടുത്തത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കൽക്കരിയാണ്. ഇത് നമ്മളിപ്പോൾ SCERTയിൽ കണ്ടതാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് SCERT ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും. എല്ലാം SCERTയിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഡിഗ്ബോയ് ആണ്. ഇതും SCERTയിലെ ഫാക്റ്റാണ്. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി പഴയ SCERTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. അതിൽ നമ്മൾ ജോഗ്രഫിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തത് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അടുത്തത് കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാത്രമാണ്, ബാക്കിയെല്ലാം ശരിയാണ്. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏതാണ്? കണ്ണൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. ഇതിൽ തെറ്റ് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ കൂടുതലുള്ളത് തിരുവനന്തപുരമല്ല, മലപ്പുറമാണ്. അടുത്തത് കേരളത്തിലെ കായലുകളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 3ഉമാണ് ശരി. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിലെ പുന്നമടയിലാണ്. പഠിച്ചു നോക്കുക, PYQ ആണ്. നീണ്ടകര അഴിമുഖം
അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു? നീണ്ടകര അഴിമുഖമാണ് അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇവിടെ 2 മാത്രമാണ് തെറ്റ്. നമുക്കത് വായിക്കണ്ട, ബാക്കി വായിക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പെരിയാറിൻ്റെ നീളം പഠിച്ചു വെക്കുക. 244 കിലോമീറ്ററാണ്. ഉത്ഭവം എവിടെയാണ്? ശിവഗിരി മലയിൽ നിന്നാണ്. അതുപോലെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. അതും PYക്കാണ്, പഠിച്ചു വെക്കുക. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഉത്ഭവം ശിവഗിരി മലയാണ്. അതുപോലെ പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് തെറ്റ്. നമുക്ക് ശരി വായിച്ചേക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. PYക്കാണ്, പഠിച്ചു വെക്കുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. അതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചു, ഇപ്പം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. ഇതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 3ഉമാണ് തെറ്റ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് തെറ്റ് വരുന്നത്. 1ഉം 3ഉം. നമുക്ക് ശരി വായിക്കാം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2ഉം പഠിച്ചു വെക്കുക. ഇനി ഇതായിരിക്കും ചോദിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. എല്ലാം ശരിയാണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. യോജിക്കാത്തത് 1ഉം 4ഉമാണ്. 1ഉം 4ഉമാണ് യോജിക്കാത്തത്. നമുക്ക് ശരി നോക്കാം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ജൻഗു. അടുത്തത് ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു ഗോദവർമ്മ രാജ. എന്താണ്? കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഒക്ടോബർ 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. നമ്മളിത് കായിക ദിനമായിട്ട് ആചരിക്കുന്നു. സംസ്ഥാന കായിക ദിനമെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. ഒക്ടോബർ 13 കേരള വിനോദ സഞ്ചാരത്തിൻ്റെ പിതാവാണ്. അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, 4 പോയിന്റും പഠിച്ചു വെക്കുക. അടുത്തത് ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ വ്യക്തി ആണ് ആര്? PR ശ്രീജേഷ്. പഠിച്ചു വെക്കുക. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മലയാളി, 2ാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. അതുപോലെ KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടിയിട്ടുണ്ട്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്.
പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിശേഷിപ്പിക്കുന്ന വനം ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈയാണ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കല്ലടയാറാണ്. ഏതാണ്? കല്ലടയാറ്. മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അടുത്തത് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്ററാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 544. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? കാൽ ബൈശാഖിയാണ്. കാൽ ബൈശാഖി റിപ്പീറ്റഡ് PYQ ആണ്. പഠിച്ചു വെക്കുക. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. അടുത്തത് ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ഉണ്ട്? 10%. 10% ഉള്ള തീരപ്രദേശം. മലനാട് 48%, ഇടനാട് 42%, 10%മാണ് തീരപ്രദേശം. ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? സ്വരാജ് ട്രോഫിയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഇരുമ്പുരുക്ക് ശാല റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഹിമാലയൻ പർവ്വതനിരകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ്. 1ഉം 3ഉമാണ് ശരി. ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രിയാണ്. അതുപോലെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അടുത്തത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത്. കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് PYQ ആണ്. ഏറ്റവും കൂടുതൽ കര അതിർത്തി ബംഗ്ലാദേശ്, കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. 2 മാത്രമാണ് തെറ്റ്. അപ്പം നമുക്ക് ശരി നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. നമ്മൾ SCRTയിൽ ഇത് നോക്കിയായിരുന്നു. അപ്പം നിങ്ങൾ ആ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ഒന്നുകൂടെ കണ്ട് തറവായിട്ട് പഠിച്ചു പോകുക. അടുത്തത് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാം ശരിയാണ്. പഠിച്ചു വെക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ്. അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്താണ്. അതുപോലെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി തീരത്താണ്. ഇത് 3ഉം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്ത്. അതുപോലെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. 2 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി 2ഉം ശരിയാണ്. കേരളത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. അതുപോലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്.
കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദി ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ്. അതുപോലെ ഏറ്റവും നീളമുള്ള നദികളിലെ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റ്. ശരി ഏതൊക്കെയാണ്? കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ എവിടെയാണ്? വയനാട്ടിലാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്താംകോട്ട കൊല്ലമാണ്. അതുപോലെ പൂക്കോട് കായൽ വയനാട്ടിലാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉമാണ് ശരി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. പഠിച്ചു വെക്കുക, വയനാട് ചുരം കോഴിക്കോടാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം ശരിയാണ്. അഴീക്കൽ കണ്ണൂരാണ്. അതുപോലെ പൊന്നാനി മലപ്പുറമാണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാം ശരിയാണ്. പഠിച്ചു വെക്കുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയത് ഏതാണ്? ഇടുക്കിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. കരിമ്പുഴ മലപ്പുറമാണ്. അതുപോലെ ശെന്തുരുണി കൊല്ലത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക. അടുത്തത് സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അതുപോലെ ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. അടുത്തത് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാണ്. എല്ലാം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോദവർമ്മ രാജയാണ്. അതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? PT ഉഷയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. 3ഉം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കായിക കേരളത്തിൻ്റെ പിതാവാണ് GV രാജ. അതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രമാണ് തെറ്റ് വരുന്നത്. ബാക്കി 2ഉം ശരിയാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുണ്ട്. അതുപോലെ 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. അടുത്തത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ബന്ധം ഇല്ലാത്തത്. 2ഉം 3ഉം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം എന്നാണ്? 1853. കേരളത്തിൽ എന്നാണ്? 1861. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ചാറിയാണ്. ചാറിയ. അടുത്തത് 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? റൂർക്കേലയാണ്. റൂർക്കേലയാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൻ്റെ 1ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പം കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. അത് ഏത് ദേശീയപാതയാണ്? കേരളത്തിലെ നാഷണൽ വാട്ടർവേ 3 ആണ്. ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്?
അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഇത് ഏത് ജില്ലയിലാണ്? ഇടുക്കിയാണ്. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കിയാണ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. വരയാടുള്ളത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? റിപ്പീറ്റഡ് PYQ ആണ്. വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇരുമ്പുരുക്കുശാല നിർമ്മിച്ചത്? റഷ്യ. ബിലായിയും ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടാണ് നിർമ്മിച്ചത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം എന്താണ്? നീർവാഴ്ചയുള്ള മണ്ണാണ്. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. പഠിച്ചു വെക്കുക. അക്ഷാംശ രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം വരുന്നത് 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്ക്. ഇതിൽ രേഖാംശം വരുന്നതാണ് ഇത്. 68 ഡിഗ്രി 7 കിഴക്ക്, 97 ഡിഗ്രി 25 കിഴക്ക്. രണ്ടും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. തെറ്റാണ്. ഏറ്റവും നീളമുള്ളത് ഏതാണ്? പെരിയാറാണ്. അതുപോലെ നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. അത് ശരിയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ആനമലയിൽ നിന്നാണ്. അതുപോലെ മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതെല്ലാം PYQ ആണ്. പഠിച്ചു വെക്കുക. ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്നത്. അതുപോലെ ഉത്ഭവം ആനമലയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അടുത്തത് പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ഏതൊക്കെയാണ്? മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാറ്, കട്ടപ്പനയാറ്. പെരിയാറിൻ്റെ പോഷക നദി ഏതൊക്കെയാണ്? മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാറ്, കട്ടപ്പനയാറ്. അടുത്തത് വന്യജീവി സങ്കേതവും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയും ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെയ്യാറ് തിരുവനന്തപുരമാണ്. അതുപോലെ ശെന്തുരുണി കൊല്ലമാണ്. കരിമ്പുഴ മലപ്പുറമാണ്. കൊട്ടിയൂർ കണ്ണൂരാണ്. എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4 പഠിച്ചു വെക്കുക. പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം, ശെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ എവിടാണ്? കണ്ണൂരാണ്. അടുത്തത് ഇരവികുളം ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റ് വരുന്നത്. 4 മാത്രമാണ് തെറ്റ് വരുന്നത്. നമുക്ക് ശരി ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. അതുപോലെ നിലവിൽ വന്ന് 1978ലാണ്. 1978ലാണ് ഇരവികുളം നിലവിൽ വന്നത്. പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ്.
മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. പള്ളിവാസലും ചെങ്കുളമാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രമാണ് ശരി. ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ്. അടുത്തത് താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സുന്ദർവൻ ഡെൽറ്റ, ഇതാണ് ശരി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. അടുത്തത് വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ്. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ ആരാണ്? സജി ചെറിയാനാണ്. കർണാടകയും തമിഴ്നാടുമായിട്ട് ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കർണാടകയും തമിഴ്നാട്ടുമായിട്ട് സ്ഥിതി ചെയ്യുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. വലുതേതാണ്? ഇടുക്കി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലിലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 ആണ്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിറാപ്പൂഞ്ചി സ്ഥിതി ചെയ്യുന്ന മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 3ഉം 5ഉം. അതാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം അല്ലാതെ വരുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിമൊക്കെ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായിട്ട് ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബാക്കിയെല്ലാം ബന്ധമുള്ളതാണ്. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. അതുപോലെ ഇതിൻ്റെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുർ ശിഖർ. ഏതാണ് ആരവല്ലി നിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഗുരു ശിഖർ. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതാണ്? വടക്കൻ സിർക്കാസ് ആണ്. ഇത് കിഴക്കൻ തീരസമതലത്തിൽ വരുന്നതാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ വരുന്ന ഏതൊക്കെയാണ്? മലബാർ തീരം, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ, ഇതാണ് ശരി. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പമനുസരിച്ച് ക്രമീകരിച്ച് ശരിയായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രാജസ്ഥാന്, മധ്യപ്രദേശ്, ഈ ഓർഡറിലാണ് വരുന്നത്. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? കണ്ണൂരും കാസർഗോഡുമാണ്. കണ്ണൂർ, കാസർഗോഡ്. കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതൊക്കെയാണ്? കണ്ണൂർ, കാസർഗോഡ്. പിന്നെ വയനാടും ഉണ്ട്. വയനാടാണ് കർണാടകയുമായിട്ടും അതുപോലെ തമിഴ്നാടുമായിട്ട് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. അതും പഠിച്ചു വെക്കണം. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78ആണ്. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അഷ്ടമുടി കായലാണ്. ബാക്കിയൊക്കെ ശുദ്ധജല തടാകമാണ്. അടുത്തത് പെരിയാർ നദിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായിട്ട് ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് നദി? പെരിയാർ. താഴെ തന്നിരിക്കുന്നതിൽ ജലവൈദ്യുത പദ്ധതി ചേരാത്ത ജോഡി ഏതാണ്? ഷോളയാർ, പാലക്കാട്. ബാക്കിയെല്ലാം ശരിയാണ്. പള്ളിവാസൽ ഇടുക്കിയാണ്.
കുറ്റ്യാടി കോഴിക്കോടാണ്, അതുപോലെ കല്ലട കൊല്ലത്താണ്. വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ആറളമാണ്. ആറളം കണ്ണൂരാണ്, ബാക്കിയെല്ലാം ഇടുക്കിയാണ്. അടുത്തത് വരയാടുകളെ പ്രധാനമായിട്ടും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? കാരക്കോറം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കബനിയാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അടുത്തത് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാലാമത് ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടാണ്. ബിലായും ബൊക്കാറോവും റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായമാണ്. ദുർഗാപൂർ ബ്രിട്ടൻ അല്ലെങ്കിൽ UK സഹായത്തോടാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 1, 2, 4 പത്കായ് കുന്ന്, മീസോ കുന്ന്, അതുപോലെ ഗാരോ ഗാസിയ കുന്ന്. ഇതൊക്കെ കിഴക്കൻ മലനിരകളിലെ ഭാഗമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. പടിഞ്ഞാറൻ തീരസമതലം തെറ്റ് വരുന്നത് 2, 4 പടിഞ്ഞാറൻ തീരസമതലം റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. അതുപോലെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3, 4 വരുന്നത്. ഏതൊക്കെയാണ് കിഴക്കൻ തീരത്ത്? പാരദീപും ഹാൾഡിയും. ഏതു നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ നദിയുടെയാണ്. പഠിച്ചു വെക്കുക. ഇതൊക്കെ നമ്മൾ പുതിയ SCERT ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവ തന്നിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണ് ഇതിൽ? ചീയപ്പാറയാണ് ശരിയല്ലാത്ത. വാഴച്ചാല് തൃശ്ശൂരാണ്. അതുപോലെ പാലരുവി കൊല്ലമാണ്. തുഷാരഗിരി കോഴിക്കോടാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ നദികളുടെ പോഷക നദിയാണ് കക്കിയും കല്ലാറും. അതുപോലെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് 2, 4 തെറ്റ്. നമുക്ക് ശരി നോക്കാം. ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. പഠിച്ചു വെക്കുക. ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയായിരുന്നു? 750 മെഗാവാട്ട് ആ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ്. പഠിച്ചു വെക്കുക. അതുപോലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏതാണ്? 1 മാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. അതുപോലെ മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അടുത്തത് താഴെ പറയുന്നതിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 KT ഇർഫാൻ, സിനി ജോസ്, അതുപോലെ അഞ്ജു ബോബി ജോർജും അത്ലറ്റുകളാണ്.
കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ്. നമുക്ക് ശരി നോക്കാം. കേരള മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 അതുപോലെ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും വരുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94%. ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ്. റിപ്പീറ്റഡ് PYQ ആണ്. ബക്രാനങ്കൽ ഡാം സത്ലജ് നദിയിലാണ്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് വരാത്തത്. 2ഉം 3ഉം. അപ്പോൾ ഇടനാടുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്റർ വരെ, അതാണ് ഇടനാട്. അതുപോലെ ചെറിയ കുന്നും താഴ്വരയും അതുപോലെ നദീതടങ്ങളും ചേർന്നാണ് ഇടനാട്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക നൽകിയിരിക്കുന്നത്. ഈ ശരിയല്ലാത്തത് ഏതാണ്? വാഴച്ചാല് പത്തനംതിട്ട, അതാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. തുഷാരഗിരി കോഴിക്കോടാണ്. ചിയപ്പാറ ഇടുക്കിയാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ചിയപ്പാറ തെറ്റിച്ചു കൊടുത്തു. ചിയപ്പാറ എവിടെയാണ്? ഇടുക്കിയാണ്. പഠിച്ചു വെക്കുക. അതുപോലെ പാലരുവി കൊല്ലമാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാം ശരിയാണ്. എല്ലാം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ആണ് മിസ് കേരള. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. അതുപോലെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളത്തിനെയാണ്. 2ഉം പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളത്തെയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് തെറ്റ്. നമുക്ക് ശരി നോക്കാം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. കബനി, പാമ്പാറ്. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. കബനി, ഭവാനി, പാമ്പാറുമാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. 3 പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. താഴെ പറയുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? കോട്ടയം. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരി അല്ലാത്തത്. 2ഉം 3ഉം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം. അതുപോലെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരിയല്ലാത്തത്. ഇതും SCERT-ലുള്ള ഫാക്റ്റാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് ഹിമാലയൻ നദിക്കുള്ളത്. അതുപോലെ അപരദന തീവ്രത കൂടുതലാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത SCERT ചാപ്റ്ററിൽ ഉള്ളതാണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. ഏതൊക്കെയാണ് പടിഞ്ഞാറൻ തീരത്ത്? നെവശേവ, അതുപോലെ കൺല. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ്. കാരക്കോറം,
സസ്കർ. ലഡാക്കുമുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കൈഗയാണ്. കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ഈ നദികളിലെയൊക്കെ പോഷക നദി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറമാണ്. അടുത്തത് കോട്ടണപ്പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? മുംബൈയാണ്. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല. ഇത് നമ്മൾ ബോക്സിൽ ഡിസ്കസ് ചെയ്തതാണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാറാണ്. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? പുനം കൃഷിയാണ്. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ്? മീനച്ചിലാറാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗൗണനാടി, അതുപോലെ കവനോഗ്, വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യ നദി ഏതാണ്? മീനച്ചില. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ്? ചക്കയാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? എല്ലാം വരുന്നുണ്ട്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, എല്ലാം വരുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂരാണ്. പറവൂര്. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ. ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ്. ദുർഗാപൂര് ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ്. അതുപോലെ ബിലായി സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ്. ഇവിടെ ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ്. അതുപോലെ റൂർക്കേല വരുന്നത് ജർമ്മനിയുടെ സഹായത്തോടാണ്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നത്. അതിൽ ചേരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മപുത്ര, ഘാഗ്ര. സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ്. അതുപോലെ ഗംഗയുടെ കോസിയാണ്. യമുനയുടെ ടോൺസ് ആണ്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രധാന വിഭാഗങ്ങൾ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്? മരുസ്ഥലി ബാഗർ മേഖല രാജസ്ഥാൻ സമതലമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് വടക്ക് നിന്ന് തെക്ക് ശരിയായി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പടിഞ്ഞാറ് തീരത്തുള്ളത്? കാൺല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. തുറമുഖം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത് ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷത താഴെ നൽകുന്നു. നദി ഏതെന്നാണ് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദിയാണ് ഇബ്ബുടെല്ല്. ഇത് ഏത് നദിയെക്കുറിച്ചാണ്? മഹാനദിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പോയിന്റും പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്നതാണ്. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? കോറമണ്ടൽ തീരമാണ്. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മണ്ണാർക്കാടാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ സവിശേഷത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. കടൽ തീരമില്ലാത്ത ജില്ലകളാണ് ഇതൊക്കെ.
കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നത്. ഇത് ശരിയായത് കണ്ടെത്തി എഴുതാനാണ്. വെള്ളായണി തടാകം തിരുവനന്തപുരത്താണ്. അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ട് വരുന്നത് 1, 2, 4 1, 2, 4 ശരിയായിട്ട് വരുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡയുടെ സഹായത്തോടാണ് നിർമ്മിച്ചത്. അതുപോലെ കുളമാവ് അണക്കെട്ട്, ചെറുതോണി, ഇടുക്കി ആർച്ച് ഡാം എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴയാറിലേക്ക് എത്തിച്ചേരുന്നു. 3 പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. അതുപോലെ 1984 ആരംഭിച്ചത്. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ്. ഏറ്റവും കൂടുതൽ എറണാകുളമാണ്, കുറവ് ഇടുക്കിയാണ്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയൊന്നുമല്ലെന്നാണ് ആൻസർ വരുന്നത്. എല്ലാം ശരിയാണ്. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വറാണ്. ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വിദ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. അടുത്തത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇതാണ് തെറ്റ് വരുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ, അതുപോലെ ബീഹാറിൻ്റെ പാറ്റ്ന, മിസോറാമിൻ്റെ ഐസ്വാൾ. അടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. അതുപോലെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അത് പഠിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന 3 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. നമുക്കത് പഠിക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിയാനയാണ്. ഉൾപ്പെടാത്തത് ഹരിയാനയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇതിൽ 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുണ്ട്, 87 മുനിസിപ്പാലിറ്റി, അതുപോലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗര പഞ്ചായത്തുകളാണ്. അടുത്തത് കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് എല്ലാം ശരിയാണ്. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമമുണ്ട്. അതുപോലെ മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതവും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 പാമ്പാടും ചോല ഇടുക്കിയാണ്. അതുപോലെ ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. അടുത്തത് കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 ശരിയാണ്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതുപോലെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തത് കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് 3 മാത്രമാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗര വൈദ്യുതി തുടങ്ങിയവ. അതുപോലെ പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അടുത്തത് കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ്. എല്ലാം ശരിയാണ്, പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഈ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? 3 ആണ്.
കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 1, 2, 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അതുപോലെ ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നു. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. വയനാട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറമാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം 2003 ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയാണ്? വയനാടാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അടുത്തത് F ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ടയാണ്. താഴെ പറയുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളുമാണ്. ചേരുംപടി ചേർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. റീഡ് തവളകൾ കക്കയമാണ്. അതുപോലെ ചാമ്പൽ മലയണ്ണാൻ വരുന്നത് ചിന്നാറിലാണ്. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയാണ്. അതുപോലെ വരയാട് വരുന്നത് ഇരവികുളം. പഠിച്ചു വെക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്ന ഇതിൽ ശരിയായ പ്രസ്താവനയാണ്. എല്ലാം ശരിയാണ്, എല്ലാം പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് PYQ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. എത്രയാണ്? 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം റിപ്പീറ്റഡ് PYQ ആണ്. 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. അതുപോലെ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഇന്ദിരാ കോളാണ്, തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. എല്ലാം പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് PYQ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിരാ കോളും അതുപോലെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. അടുത്തത് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹീരാക്കുഡാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? നാഗാർജുന സാഗർ. അടുത്തത് ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. അതുപോലെ വിവിധോദ്ദേശ പദ്ധതിയാണ്. അടുത്തത് നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടിയാണ്. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇതൊക്കെ പുതിയ SCERTയിൽ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ SCERT നമ്മൾ സിലബസ് വൈസ് ക്ലാസ് എടുത്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ല ചുരമാണ്. ബാരാലാച്ല ചുരം. ഇതൊക്കെ പുതിയ SCERTയിലുള്ള ഫാക്റ്റാണ്. ഏത് രേഖാംശത്തിൻ്റെ സമയമാണ് ഇന്ത്യയിൽ പൊതുവായ സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ മാനവ രേഖാംശമാണ് 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കരയാണ്. പള്ളിക്കര. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനമുള്ളത്? കാപ്പി. 1859 കേരളത്തിലെ എവിടെ വെച്ചാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴയാണ്. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം. ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് ബാക്കിയൊക്കെ നോക്കാം. ഇന്ത്യൻ
ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. അതുപോലെ ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതിൻ്റെ ഉയരവും പഠിക്കണം, 2695 മീറ്ററാണ്. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലമാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ബിലായി സോവിയറ്റ് യൂണിയൻ ആണ്. അതുപോലെ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂര് ബ്രിട്ടനാണ്. എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും ഡിയുമാണ് തെറ്റ്. അപ്പോൾ അക്ഷാംശവും രേഖാംശവും നിങ്ങൾ തെറ്റാതെ പഠിച്ചു വെക്കുക. അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. രേഖാംശം 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിനാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയമാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ രേഖാംശവും പഠിച്ചു വെക്കുക. 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3ആയിട്ടാണ് തിരിച്ചിരുന്നത്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. 3ഉം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സൂചനകളിൽ നിന്ന് പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഏതാണ്? പാലക്കാട് ചുരത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, കടലുണ്ടി, കല്ലടയാർ. ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ഭാരതപ്പുഴ, പിന്നെ പമ്പ, ചാലിയാറ്, കടലുണ്ടി, കല്ലടയാർ. അടുത്തത് കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്യാറാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സിയാൽ പദ്ധതി എറണാകുളം. അടുത്തത് താഴെ തന്നിട്ടുള്ള സൂചകങ്ങളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം, അത് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയാളനും അതുപോലെ നക്ഷത്ര ആമകളുടെ വാസസ്ഥലമാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത് കൊച്ചി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം 3ഉമാണ് ശരി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത് 2017 ജൂൺ 17-നാണ്. അതുപോലെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതുപോലെ കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കീബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. അടുത്തത് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യുവൽ പർവ്വതം ഉദാഹരണം ഏതാണ്? ആരവല്ലിയാണ്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ്, റെഡ് സോയിലാണ്. ഇലക്ട്രിക്കൽ കേബിള്, ഇലക്ട്രോണിക്സ്, അതുപോലെ രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ആന്ത്രസൈറ്റാണ്. അടുത്തത് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കിഴക്കോട്ടാണ് 3. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്.
കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റ് എത്രയാണ്? 20 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ല ഉണ്ടായിരുന്നു? 5. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ്. ബക്രാനങ്കൽ സത്ലജാണ്. ഹിരാക്കുഡ് മഹാനദിയാണ്. അതുപോലെ സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2ഉം 3ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ എ ആണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്. അതുപോലെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. റിപ്പീറ്റഡ് PYQ ആണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? നംച പർവ്വതമാണ്. ഇതൊക്കെ പുതിയ SCERT ഫാക്റ്റാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരീവയാണ്. കരീവ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകം. നറൗറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഏത് ജില്ലയിലാണ്? കൊല്ലം. ഗ്രീനിച്ച് സമയം, അതായത് 0 ഡിഗ്രി രേഖാംശ രേഖ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM ആണ്. ഒരു 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാട്രൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം, ഇപ്പോൾ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്, വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമതലമാണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. അടുത്തത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ശരിയാണ്. താരതമ്യേന വീതി കുറവാണ്. അതുപോലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റ് എത്രയാണ്? 9 ആണ്. ലോക്സഭാ സീറ്റ് 20. നമുക്ക് മന്ത്രിമാരും വകുപ്പും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. പടിഞ്ഞാറോട്ടാണ് 41 എണ്ണം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അടുത്തത് ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. അതുപോലെ സർദാർ സരോവർ വരുന്നത് നർമ്മദയാണ്. കൃഷ്ണരാജസാഗർ കാവേരിയിലാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. അടുത്തത് ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് സവിശേഷതകൾ അല്ലാത്തത്.
അപ്പോൾ സവിശേഷതകൾ ഏതൊക്കെയാണ്? ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ്. അടുത്തത് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? ബ്രഹ്മപുരമാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ പാമ്പാടും ചോല എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. അടുത്തത് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനം ആയത്. ഇരവികുളം നീലഗിരി താറ്, സൈലന്റ് വാലി വരുന്നത് നീലഗിരി കുന്നുകളാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിൻ്റെ പേര് എന്താണ്? സി ആണ്, ലൂ ആണ്. നെല്ലിക്കമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പുല്ലാമ്പാറയാണ്. അടുത്തത് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതിൻ്റെ ഫലമായി മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കരേവാസ് ആണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുകയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉമാണ് തെറ്റ്. ശരി ഏതൊക്കെയാണ്? വേമ്പനാട് കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. അതുപോലെ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 3ഉം 4ഉമാണ് ശരി. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. അതുപോലെ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടമാണ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടലാണ്. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? അരവല്ലി നിരയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളായിട്ട് വ്യാപിച്ചിരിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ ആണ്. താഴെ പറയുന്നതിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. അപ്പം നമ്മൾ 2021 മുതൽ 2025 വരെ PSC LGS ലെവൽ ചോദിച്ച കേരള ജോഗ്രഫി, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, പിന്നെ കേരളത്തിലെ ബേസിക് ഫാക്ട്സ്, അതുപോലെ ഇന്ത്യയുടെ നമ്മൾ നോക്കി. അപ്പം നമ്മൾ സിലബസിലെ 15 മാർക്കിനുള്ള ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് വൈസ് പുതിയ SCRTയും അതുപോലെ പഴയ SCRTയിലെ ചാപ്റ്റേഴ്സും ചെയ്യുന്നുണ്ട്. കാണാത്തവർ അത് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.